ഫസ്റ്റത്തെ വ്യത്യാസം പറഞ്ഞ ഒരു കളർ തന്നെയാണ് മന്ന ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മാറ്റ് ബ്ലാക്ക് ആണ്. നിങ്ങൾ ഈ കാണുന്ന സിൽവറൊക്കെ ഉണ്ടോ, ഇതൊക്കെ സ്റ്റിക്കറാണ് ആക്ച്വലി. ഇത് ഫുൾ സ്റ്റിക്കറാണ്, ഇത് സ്റ്റിക്കറാണ്, ഇത് സ്റ്റിക്കറാണ്. ഇത് ആക്ച്വലി ഫുള്ള് പറിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കിട്ടും. പിന്നത്തെ ഒരു ഡിഫറൻസ് ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു വീലാണ്. നിങ്ങൾ ഈ വീല് കണ്ടിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നോർമൽ സ്പോക്ക് വീൽ തന്നെ തോന്നും, പക്ഷേ ഇത് ക്രോസ് സ്പോക്ക് വീലാണ്. സ്പോക്കൊക്കെ വന്നേക്കുന്നുണ്ടോ ചേട്ടാ വന്നേക്കുന്നത്, വിച്ച് മീൻസ് ഇത് ട്യൂബ്ഡ് അല്ല, ട്യൂബ്ലെസ് ആണ്. യെസ്, പഞ്ചറാവോ അങ്ങനെയുള്ള പേടി കാര്യങ്ങളൊന്നും വേണ്ട, വണ്ടി പഞ്ചറാവൊന്നുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ എടുക്കാം. നമുക്ക് ഇവിടെ ആക്ച്വലി എഴുതിയിട്ടുണ്ട് ട്യൂബ്ലെസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ടയർ പ്രൊഫൈലൊക്കെ സെയിം ആണ്, 90 21 ഇഞ്ച് അലോയ്സ് തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ സസ്പെൻഷനൊക്കെ സെയിം ആണ്. ആ ഒരു ഷോവയുടെ 200 mm ട്രാവലുള്ള ഫ്രണ്ട് സസ്പെൻഷനാണ്, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഈവൻ ഹെഡ് ലൈറ്റ് ഈ ഒരു സെക്ഷനും വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഹിമാലയൻ മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്കൊരു ഹെഡ് ലൈറ്റ് ഗ്രില്ലുണ്ട്, അത് മേടിച്ച് വെക്കാനായിട്ട് പറ്റും. അത് കൂടാണ്ട് തന്നെ ടോളറായിട്ടുള്ള വൈസർ കിട്ടും. അത് ആക്ച്വലി ഐ തിങ്ക് ഇവിടം വരെ എന്ത് വന്നിരിക്കുമെന്നാണ് എനിക്ക് തോന്നണേ. ഈ ഒരു സൈഡിലാണ് കണ്ടോ, ഈ ഒരു സീറ്റ് വ്യത്യാസമുണ്ട്. നമുക്ക് നോർമലി ഹിമാലയന് വരുന്നത് ഒരു സ്പ്ലിറ്റ് സീറ്റാണ്. ഇതിനൊരു സിംഗിൾ ഓൾമോസ്റ്റ് ബെഞ്ച് ടൈപ്പ് സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഒരുപാട് ബെഞ്ചല്ല, ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ട്. സീറ്റ് ഹൈറ്റും കൂടുതലാണ്. നോർമൽ ഹിമാലയൻ നമുക്ക് 825 840 അതിന് ബിറ്റ്വീനാണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. നമുക്കത് വേണമെങ്കിൽ ഓവർ ചെയ്യാം. ഏത് നോർമൽ ഹിമാലയന് 805 വരെ ആക്കാനായിട്ട് പറ്റും. ബട്ട് ഈ കേസിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് വരുന്നത് 860 mm ആണ്. യെസ്, ബട്ട് പേടിക്കേണ്ട, ഈ ഒരു സീറ്റിൻ്റെ വിട്ട് വളരെ കുറവാണ്. പിന്നത്തെ ഒരു ഡിഫറൻസ് നിങ്ങൾ കണ്ടു കാണും, ഈ ഒരു പീസ് കണ്ടോ, ആ ഒരു റാലി ഫെൻഡർ കാണാനായിട്ട് പറ്റും. ബാക്കിൽ റിയർ ഫെൻഡർ വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി ബൾക്കിയറായിട്ടോ. എനിക്ക് ഈ നോർമൽ ഹിമാലയനിൽ ഒരു തോന്നിയൊരു പോരായ്മയാണ്. ഫ്രണ്ട് ഇവിടെയൊക്കെ നല്ല സൈസാണ്, ഫ്രണ്ട് ഇച്ചിരി മെലിഞ്ഞാണ്. ബട്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര കുഞ്ഞായി പോലെ ആ ഒരു നോർമൽ ഹിമാലയൻ. ഇത് അവർ സോർട്ട് ചെയ്തു, ഇത് നല്ല ബൾക്കിയറാണ്. ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നല്ല തടിച്ചിരിക്കുന്നുണ്ട്. നമുക്കൊരു അലൻക്കി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. നമുക്ക് ആ പാനീസൊക്കെ വേണമെങ്കിൽ ഇവിടെ വയ്ക്കാനായിട്ട് പറ്റും. ബുദ്ധിമുട്ടായിരിക്കും കമ്പയർ ടു നോർമൽ, ബട്ട് നമുക്ക് വേണമെങ്കിൽ പാനീസും ടോപ്പ് ബോക്സും വേണമെങ്കിൽ കണ്ടോ ഇവിടെ വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഗ്രാബറിലില്ല, പകരം ടൈ ആണ്, ഇതിലൊക്കെ പിടിച്ച് നിൽക്കേണ്ടി വരും. സ്ട്രോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് കംഫർട്ടബിൾ അല്ല. കുറേ നേരം പിടിക്കുമ്പോഴത്തേക്കും ഇപ്പോഴേ പിടിക്കുമ്പോഴത്തേക്കും കയ്യിൽ പാടൊക്കെ വന്ന് തുടങ്ങി. സോ പില്ലിനെയും കൂടി ഉദ്ദേശിച്ചിറക്കിയ വണ്ടിയല്ല, മെയിൻലി ഫോർ റൈഡർ കംഫർട്ടിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വണ്ടി ഇറക്കിയേക്കണേ. ഈ ഒരു വണ്ടിയിൽ പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, ഈ കിറ്റ് വേണം പക്ഷേ എനിക്ക് സ്പ്ലിറ്റ് സീറ്റ് ആക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. പറ്റായിയൊന്നുമില്ല, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും, പിന്നെ വൃത്തികേടാവും. സോ അങ്ങനെ കട്ടൊക്കെ ചെയ്തിട്ട് വെക്കാനായിട്ട് പറ്റും. അല്ലാതെ ആ സ്റ്റോക്ക് നിങ്ങൾക്ക് ഈ ഒരു കോംബോ കിട്ടില്ല. അതായത് ഈ ഒരു ഫെൻഡറും ഈ ഒരു സ്പ്ലിറ്റ് സീറ്റ് എന്നൊരു കോംബോ കിട്ടില്ല. നിങ്ങൾക്ക് ഐദർ ഈ ഒരു കിറ്റ് ഒരുമിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോക്ക് വയ്ക്കുക. പിന്നെ ഈ ഒരു വണ്ടിക്ക് സ്റ്റോക്കായിട്ട് ഇതാണ് വരുന്നത്. നമുക്ക് മറ്റ് മോഡൽസൊക്കെ ഇല്ലേ, അതായത് ക്യാമറ്റ് വൈറ്റ്, സ്ലേറ്റ് കളേഴ്സ്, പിന്നെ ഹാൻഡിൽ ബ്ലാക്ക്, അങ്ങനെയുള്ള കളേഴ്സിനൊക്കെ വേണമെങ്കിൽ ഈ ഒരു കിറ്റ് ഉണ്ടല്ലോ മൊത്തത്തിൽ മേടിക്കാം. ഐ തിങ്ക് 18,000 അത്രയും കണ്ടൊക്കെയാണ് കോസ്റ്റ് വരുന്നത്. അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വയറ്റിലുള്ള കൈസമ്മോടെ ചോദിക്കുക, അവരതിൻ്റെ എക്സാക്ട് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ഡിഫറൻസ്. സ്പോക്ക് വീൽ പറഞ്ഞു, പിന്നെ ഒരു സീറ്റ് പറഞ്ഞു, പിന്നെ ഒരു കിറ്റ് പറഞ്ഞു. പിന്നെ ടൈലൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ നോക്കിയേ, ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അടാറ് വെയിലാണേ, ക്ഷമിക്കണേ. നല്ല പ്രിറ്റിയായിട്ട് തോന്നുന്നു. ശരിക്കും ടെയിൽ നല്ല പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇന്ന് കാണാനാണെങ്കിലും വണ്ടിയുടെ ഓവറോൾ ലുക്ക് നല്ലതായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ഒരു കിറ്റോട് കൂടി. പിന്നെ അഗൈൻ ബാക്കിലും നമുക്ക് ആ ഒരു ക്രോസ് സ്പോക്ക് വീലാണ് വരുന്നത്. അതായത് ഉള്ളിൽ ട്യൂബ് ഉണ്ടാവില്ല, നമുക്ക് ട്യൂബ്ലെസ് ആയിരിക്കും വരുന്നത്. സ്പോക്ക് കണ്ടോ ഈ ഒരു അറ്റത്തായിരിക്കും വരുന്നത്. ഇതിന് ആക്ച്വലി വെയിറ്റ് കൂടുതലാണ് കമ്പയർ ടു നോർമൽ സ്പോക്ക് വീൽസ്. ബട്ട് ഓവറോൾ വണ്ടിയുടെ വെയിറ്റ് ഇവർ പറയുന്നത് മറ്റ് ഹിമാലയൻ മോഡൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് 1 കിലോ കുറവെന്നാണ് പറയുന്നത്. അതായത് 195 കിലോ ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ്, ഓവറോൾ വെയിറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് സ്റ്റിൽ ക്വൈറ്റ് ഹെവി. എസ്പെഷ്യലി വെയിറ്റ് ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് നിങ്ങൾ ഓടിക്കുമ്പോൾ എന്തായാലും ഫീൽ ചെയ്യും. ഫ്രണ്ട് ഹെവി ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ടൈറ്റ് ട്രാഫിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ശരിക്കും നോർമൽ ഹിമാലയൻ നന്നായിട്ട് അത് നോട്ടീസ് ചെയ്യാൻ പറ്റും. ബട്ട് വൺസ് നിങ്ങളൊരു 30 അബോവിൽ കയറുമ്പോഴത്തേക്കും ആ ഒരു വെയിറ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യില്ല. ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോക്പിറ്റ് വ്യൂ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം എന്താണ് കോക്പിറ്റ് വ്യൂ വ്യത്യാസം, ഇതൊക്കെ സെയിം അല്ലേ എന്ന് ചോദിക്കാം. അതല്ല, സീറ്റ് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലാണ്. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ശരിക്കും ആ ഒരു വൈസറും കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകും നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ കയറുന്നിട്ടുള്ള വ്യൂ. ഇത് കണ്ടോ, എൻ്റെ കാല് നോക്കി. ഞാൻ പുറമേ നിന്നുള്ള കാണിച്ചു തരാം. ഹാഫ് ഫുട്ടാണ്, ടിപ് ടോനൊക്കെ വേണമെങ്കിൽ പറയും. എൻ്റെ വ്യൂ നോക്കി ഞാൻ നേരെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു വൈസർ കൊണ്ട് എനിക്കൊരു ഗുണമില്ല. ഇത് ഡിഫ്ലക്റ്റ് ചെയ്ത് എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നതല്ലാണ്ട് ഒരു ഗുണമില്ല. പിന്നെ മിറർ കുറച്ചും കൂടി താന്നായിപ്പോൾ ഇത് കണ്ടോ. അതായത് മൊത്തത്തിൽ വണ്ടിയുടെ മുകളിലിരിക്കുന്നൊരു ഫീലുണ്ട്. പിന്നെ സസ്പെൻഷനൊക്കെ പറഞ്ഞു കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. പിന്നെ വ്യത്യാസമൊന്നുമില്ല, കൺസോളൊക്കെ സെയിം ആണ്. നമുക്ക് 2 റൈഡ് മോഡൊക്കെ വരുന്നുണ്ട്, എക്കോയും പെർഫോമൻസും വരുന്നുണ്ട്. എക്കോയിലാകുമ്പോഴത്തേക്കും ഫസ്റ്റ് 4 ഗിയറിൽ പവർ ചെറുതായിട്ടൊന്ന് കുറയ്ക്കും, പിന്നെ 5ാമത്തെ ഗിയറിൽ നോർമൽ പവർ കിട്ടും. 6 ഗിയർ ബോക്സ് ആണ്. നമുക്ക് സ്ലിപ്പ് ആൻഡ് ക്ലച്ചൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു സെയിം എഞ്ചിനാണ്, എഞ്ചിനൊന്നും മാറ്റില്ല. ആ ഒരു സെയിം 450cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട്. നമുക്ക് ഏകദേശം 40 bhp ആൻഡ് 40 Nm ടോർക്ക്. ആ ടോർക്ക് കിട്ടുന്നത് വെറും ഐ തിങ്ക് 5000 RPM എങ്ങാണ്ടാണ്. ഓടിക്കുമ്പോഴത്തേക്കും ആ ഒരു ടോർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ടോർക്ക് മാത്രമല്ല, ഈ വണ്ടിക്ക് കുറച്ച് മുന്നേ, ഇപ്പം ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ,
ഹിമാലയൻ ഹോണേഴ്സിനെ പറയാം, ഒരു സ്റ്റോളിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു ആദ്യത്തെ മോഡലിനൊക്കെ. പിന്നെ ഒരു കാലിബ്രേഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇത് ഫിക്സ് ചെയ്തു. ആ ഒരു സ്റ്റോളിങ് ഇഷ്യൂ അവർ സോർട്ട് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്തതെന്നറിയോ, ക്രോളിങ് ആഡ് ചെയ്തു. അതായത് നിങ്ങൾ ക്ലച്ച് വിടുമ്പോഴത്തേക്കും തന്നെ വണ്ടി ഒരു 10 km/h മൂവ് ചെയ്ത് തുടങ്ങും. അതായത് സ്റ്റോൾ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗായ്സ്, ഞാൻ പറഞ്ഞ പോലെ വണ്ടിയുടെ സീറ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു 860 mm വണ്ടിക്ക് സീറ്റ് ആയിട്ട് വരുന്നത്. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഏകദേശം 230 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്, വിച്ച് ഈസ് മോർ ഓർ ലെസ് സെയിം ആസ് ദി നോർമൽ ഹിമാലയൻ. ഞാൻ ജസ്റ്റ് കയറി എന്ന് കാണിച്ചു തരാം. എൻ്റെ ഹൈറ്റ് 5'9" അടുത്താണ്. ഞാൻ കയറിയിരിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മേ, ഇതാണ് അവസ്ഥ. ഇസി ഞാൻ കയറിലിടട്ടെ, ഇതാണ് അവസ്ഥ. അത് ഞാൻ പറഞ്ഞു ഹാഫ് ഫുട്ട് എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും ഒരു ടിപ്ടോയാണ്. ഇപ്പുറത്തും അത് തന്നെ സെയിം അവസ്ഥ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ എക്സലൻറ്റ്. ശരിക്കും നമ്മൾ മേളിലേക്കാണ് നോക്കിയിരിക്കുന്നത്. കോക്പിറ്റ് വ്യൂ ഒക്കെ നല്ല രസമാണ്. ഈ ഒരു ഫ്ലൈ സ്ക്രീൻ കൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതാണ് മൊത്തത്തിൽ കയറി നിന്നിട്ടുള്ള വ്യൂ. ലുക്സ് റിയലി നൈസ്, നല്ല രസമുണ്ട് ശരിക്കും. കമാൻഡിങ് ആൻഡ് അപ്രൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഹാൻഡിൽ ബാർ റൈസർ വയ്ക്കേണ്ടി വരും. കുറച്ച് ഹാൻഡിൽ ബാർ ഉണ്ടോ താന്നായിരിക്കണേ. സോ യു ഹാവ് ടു റൈസ് ദ ഹാൻഡിൽ, കുറച്ച് ബിറ്റൊന്ന് ഹാൻഡിൽ ബാർ റൈസ് ചെയ്യേണ്ടി വരും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. കുറച്ചും കൂടി ഒരു എന്താ പറയുക റിലാക്സ്ഡ് പൊസിഷൻ ഇതിൽ നിന്ന് കിട്ടും. ഇത് വലിയ കുഴപ്പമില്ല, എന്നാലും കുറേ നേരം ഓടിക്കുമ്പോൾ കുറച്ചൊരു കമ്മിറ്റഡ് പോലെ തോന്നിയേക്കാം. ഇതിന് നമുക്ക് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ വരുന്നത് 2,32,000 കൂടിയിട്ടുണ്ട്. നേരത്തെ 2,29,000 എങ്ങാണ്ടായിരുന്നു. ഇപ്പോൾ പ്രൈസ് വീണ്ടും കൂടിയിട്ട് 2,32,000. സോ ഇതെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കുള്ള റൈഡാണ് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ശരിക്കും എന്താ പറയുക ഒരു ഓഫ് റോഡ് സെഗ്മെൻ്റ് ഒന്ന് കീഴടക്കാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജ് എടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ടൂറിങ്ങിനാണ് പ്രയോറിറ്റി എടുക്കുന്നതെങ്കിൽ ഇതെടുക്കാണ്ടിരിക്കുക. കാരണം ഈ ഒരു സീറ്റ് കുറച്ച് കഴിയുമ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയേക്കാം. സോ ഇത് ബുദ്ധിമുട്ടാവും. കാരണം ഒരുപാട് പേര് ഈ ഒരു കിറ്റ് നോർമൽ ഹിമാലയയിൽ മേടിച്ച് വെച്ചിട്ട് റിവേർട്ട് ചെയ്തിട്ട് സ്പിറ്റ്സിലേക്ക് ആക്കിയ കഥ ഒരുപാട് കേൾക്കുന്നുണ്ട്. സോ ടൂറിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് വെക്കാണ്ടിരിക്കുക, നോർമൽ എടുക്കുക. ഇതെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിനായിക്കൂടി എക്സ്ട്രാ എസ്തറ്റിക്കിൽ വരുന്നത് ഈ ഒരു പീസും പിന്നെ ഒരു നക്കിൾ ഗാർഡും വരുന്നുണ്ട്. പിന്നെ മേടിച്ച് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീലാണ്. ഈ ഒരു ക്രോസ് പോക്ക് വീൽ വേണമെങ്കിൽ മേടിക്കാം. ഏകദേശം നല്ലൊരു വിലയുണ്ട്. ഐ തിങ്ക് 30K പ്ലസ് എന്തോ ഈ ഒരു ക്രോസ് പോക്കിന് വരുന്നുണ്ട്. സോ നമ്മുടെ പഞ്ചറാവോ എന്നുള്ള വിഷയമൊന്നും ഓർത്ത് പേടിക്കേണ്ട. ഇത് ട്യൂബ്ലെസ് ആണ്, ട്യൂബും കാര്യങ്ങളൊന്നും ഇതിനില്ല. അത് വേണമെങ്കിൽ മേടിച്ച് വെക്കാം. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് പൊട്ടാണ്ടിരിക്കാനായിട്ട് നിൽക്കുവാണെങ്കിൽ ആ ഒരു ഗ്രില്ലും കാലൊക്കെ മേടിച്ച് വെക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു ഹെഡ്ലൈറ്റ് കൊണ്ട് വലിയ ഗുണമുണ്ടെന്ന്. കാരണം ഇതിൻ്റെ പ്രകാശം വളരെ കുറവാണ്. സോ ഹാവ് ടു എന്താ പറയുക ഒരു ഫോഗ് ലൈറ്റ് അവിടെയൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഹിമാലയൻ്റെ വിശേഷം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.